ജൂനിയർ ഹെൽത്ത് ആക്ടിവിസ്റ്റുകളെ നിയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ജോലി ഒരുപക്ഷെ, നിങ്ങളുടെ തൊഴിൽ ഒരുപക്ഷെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക മുന്നിലുണ്ടോ? കാരണം എമർജൻസി സിറ്റുവേഷനായി നിയോഗിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതെ, ആരോഗ്യവകുപ്പ് പറയുന്നതിനകത്ത് വലിയ പൊരുത്തക്കേടുണ്ട്. ഒന്ന്, ആശാ വർക്കർമാർ വളരെ സുപ്രധാനങ്ങളായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നും അവർ ഈ ഫീൽഡിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പാടില്ലാത്തവരുമാണെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ അതങ്ങ് അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തി അവർക്ക് മാന്യമായ വേതനം കൊടുത്തുകൂടെ? അതൊരു വശത്ത്. ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ പറയുകയാണ്, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ വേറെ വഴിയെ പോകുന്ന ആളുകളെ എടുത്തു വെച്ചിട്ട് പരിഹരിക്കുമെന്ന്. അപ്പോൾ ഇത് ഈ ഭീഷണി എന്ന് പറയുന്നത്, ഇന്ന് ഇടയ്ക്കിരിക്കുന്ന ഈ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഭീഷണി മാത്രമാണ്. അത് വളരെ ആസൂത്രിതമാണ്. ഇന്നലെ 5 മണിക്ക് മുമ്പ് ഇറങ്ങിയ ഓർഡർ രാത്രി 9 മണിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പരിഭ്രാന്തി ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. അത് അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ്. എന്താണ് പറയേണ്ടത്? അവർക്ക് ഇതാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അതാണ് ഇതിന് പറയാനുള്ളത്. സത്യത്തിൽ ഞങ്ങളാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് എതിർ സമരങ്ങൾ വെക്കുകയാണ്. ഒരു തൊഴിലാളി യൂണിയൻ മറ്റൊരു തൊഴിലാളി യൂണിയൻ നടത്തുന്ന സമരത്തെ എതിർ സമരം നടത്തുന്ന ഒരു പുതിയൊരു സംഭവവാസം നമ്മൾ കേരളവും ഇന്ത്യയും ദർശിക്കുകയാണ്. വളരെ വിചിത്രമായൊരു കാര്യം. പക്ഷേ ഇന്നലെ നമ്മൾ AG's ഓഫീസിലെ സമരത്തിന് കണ്ടു. ആശാ വർക്കേഴ്സിൻ്റെ പേരിൽ വന്നെങ്കിലും അവരാരും ആശാ വർക്കർമാരായിരുന്നില്ല, മറ്റ് വിഭാഗങ്ങളിലെ തൊഴിലാളികളായിരുന്നു. അങ്ങനെ പാവപ്പെട്ട ആളുകളെ വളരെ നിർബന്ധപൂർവ്വം ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് ഒരു സമര നാടകം കാണിച്ച് പോവുകയാണ് അവർ ചെയ്തത്. അതിനകത്ത് അവർക്ക് വിഷമമുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.